പ്രിയ കൂട്ടുകാരെ, നമ്മുടെ വായന തുടരുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കാം. തീയോട് ചേർന്ന് ചൂട് കാഞ്ഞ് ശയിക്കുന്ന മറ്റുള്ളവരോടൊപ്പം ഞാനും പോയി കിടന്നു. സുഖകരമായ ആ ചൂടേറ്റ് ഞാൻ വേഗം മയങ്ങി. കണ്ണു തുറന്നപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. മിക്കവരും അപ്പോഴും ഉറങ്ങുകയായിരുന്നു. 1-2 പേർ മാത്രം ഉണർന്ന് ആ ദിവസത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. വീണ്ടും ഏകാന്തത ആഗ്രഹിച്ചതിനാൽ ഞാൻ എഴുന്നേറ്റ് പാതയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങി. നടന്ന് ഒരു അത്തിമരത്തിൻ്റെ അരികിൽ വന്നു ചേർന്നു. വായുവിൽ അത്തിപ്പഴത്തിൻ്റെ ഗന്ധം. ഞാൻ ഒരു മരച്ചുവട്ടിൽ പ്രാർത്ഥിക്കുവാനിരുന്നു. ജീവന്റെ സന്തോഷം നിറഞ്ഞു ത്രസിക്കുന്ന ചെറുപക്ഷികൾ ആ മരക്കൊമ്പുകളിൽ തത്തിക്കളിക്കുന്നു. മിഴികൾ പൂട്ടി ഞാൻ പ്രാർത്ഥനയിൽ മുഴുകി. ഓരോ വാക്കിലും എൻ്റെ പിതാവിനെ ഞാൻ അനുഭവിച്ചു. പിതൃസ്നേഹത്താൽ എൻ്റെ ഹൃദയം തുടിച്ചിരുന്നു. പരിശുദ്ധ റൂഹായെ പ്രാപിക്കവേ ദൈവസ്നേഹത്തിൻ്റെ താപമേറ്റിട്ടെൻ്റെ മേനി അഗ്നിയിലെന്നതുപോലെ അകമേയും പുറമേയും നിറയുന്ന സ്നേഹത്തിൽ എൻ്റെ പ്രാർത്ഥന അലിഞ്ഞു ചേർന്നു. ഈശ്വരനാം അനശ്വര ത്രിത്വത്തോട് ചേർന്ന് ഞാൻ അല്പനേരം അവിടെ ശയിച്ചു. പ്രാർത്ഥന അവസാനിച്ചു. പിതാവും പരിശുദ്ധാത്മാവും എന്നെ മുന്നോട്ടുള്ള പാതയിലൂടെ നടക്കുവാനായി ശക്തിപ്പെടുത്തി. ഞാൻ എഴുന്നേറ്റ് ആ സംഘത്തോടൊപ്പം ചേരാൻ തിരികെ പോയി. പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അവർ. ചിലർ മുഖങ്ങളുടെ മേൽ ചുവട് വെച്ച് കെട്ടുകയും മറ്റു ചിലർ പ്രാതൽ കഴിക്കുകയും ചെയ്തിരുന്നു. അന്ത്രയോസ് എന്നെ സമീപിച്ച് പറഞ്ഞു, ഞാൻ ഭക്ഷണം ഒരുക്കട്ടെ കർത്താവേ, അങ്ങേക്ക് വിശക്കുന്നില്ലേ? ഉവ്വ്, നന്ദി, ഞാൻ പറഞ്ഞു. യാക്കോബും യോഹന്നാനും കൂടാരത്തിലേക്ക് തിരിച്ചു വരുന്നത് കൺകോണുകളിലൂടെ വീക്ഷിച്ചു. എൻ്റെ സംരക്ഷണാർത്ഥം കാവലിരിക്കുകയായിരുന്നു അവർ. എന്തു നല്ല സ്നേഹിതരാണ് എനിക്കുള്ളത്. അന്ത്രയോസ് ചോദിച്ചു, അടുത്ത പട്ടണത്തിൽ തങ്ങുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ സ്വാർത്ഥവാഹകരോ സംഘത്തോടൊപ്പം യെറുസലേമിലേക്ക് പോകുന്നതല്ലേ നല്ലത്? നമ്മുടെ മാർഗമധ്യേയുള്ള കഴിയുന്നത്ര ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കയറി പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സഹായം ആവശ്യമുള്ള അനേകരുണ്ട്. ഒരു ചെറു പുഞ്ചിരിയോടെ ഞാൻ മറുപടി പറഞ്ഞു. ശരിയാണ് കർത്താവേ, തീർച്ചയായിട്ടും. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലേ? പെട്ടെന്ന് ബോധം തിരിച്ചു കിട്ടിയവനെ പോലെ അന്ത്രയോസ് പ്രതിവചിച്ചു. ഞാൻ ഇവിടെയായിരിക്കുന്നത് എന്തിനാണെന്ന് ഒരു നിമിഷം അവൻ മറന്നുപോയിരുന്നു. മത്യാസ് എന്നെ സമീപിച്ച് പറഞ്ഞു, കർത്താവെ, സക്കറിയ വളരെ നന്നായി തന്നെ പെരുമാറുന്നു. അവനോടൊപ്പം ആയിരിക്കുന്നത് ആനന്ദദായകവുമാണ്. പക്ഷേ അവൻ കൂട്ടത്തിൽ നിൽക്കണമോ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സന്ദേഹമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ അമ്മയെയും വീട്ടിലുള്ളവരെയും കാണുവാനാകാതെ അവൻ കരയുകയായിരുന്നു. അവൻ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുകയാൽ അവനില്ലാതെ അമ്മ എങ്ങനെ കഴിയുമെന്നോർത്ത് വിഷമിക്കുകയാണ്. ഞാൻ പോയി അവനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ സക്കറിയയുടെ അടുത്ത് പോയി. സക്കറിയ, എൻ്റെ സ്നേഹിത, വീട് വിട്ടു പോന്നതിൽ നിനക്ക് ഒരുപാട് സങ്കടമുണ്ടോ? ഞാൻ ചോദിച്ചു. തെല്ലു വൈക്ലപ്പത്തോടെ അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവെ, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അമ്മയ്ക്ക് വയസ്സായി. അമ്മയുടെ എല്ലാ കാര്യത്തിലും ഞാനാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ ആരാണാവോ ചെയ്യുന്നത്? സക്കറിയ, നീ ആകരുത്. നിന്റെ സഹോദരി സഹോദരന്മാർ അമ്മയെ നോക്കിക്കൊള്ളും. നീ കുടുംബത്തിലായിരിക്കേണ്ടവനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ അവിടെ നിന്നും വിളിക്കുമായിരുന്നു എന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ കുടുംബാംഗങ്ങളെ തകർക്കുകയില്ല, പണിതുയർത്തുകയും എന്നോടൊപ്പം വരേണ്ടിയവരെ വിളിക്കുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ ഇത് കഠിനമായി തോന്നാം. എങ്കിലും എന്നെ അനുഗമിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട ത്യാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഈ ബലി കുടുംബാംഗങ്ങളെ നശിപ്പിക്കുകയല്ല, മറിച്ച് കരിപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഒരു ദൈവിക ദാനമായി കാണാതെ ഹൃദയത്തിന് മേൽ ഒരു ഭാരമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ വിളിയെ ദൈവത്തിൻ്റെ സമ്മാനമായി കാണുവാൻ സാധിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നവരെ ദൈവം സംരക്ഷിക്കുന്നത് കാണുവാനാകും. ദൈവം അവരെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ വിശദീകരിച്ചു. ശരിയാണ് കർത്താവെ, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാം. എന്നാൽ ചിലപ്പോഴൊക്കെ ഇതൊരു വേദനയായി മാറുന്നു. മറ്റെന്തെങ്കിലും ആവുകയാണെങ്കിൽ പിന്നെ അത് ത്യാഗമാകുമോ? അങ്ങ് പറഞ്ഞത് ശരിയാണ് കർത്താവെ. എല്ലാ ദിവസവും ഞാൻ തമ്പുരാൻ ഈ വേദന നിവേദിക്കും. അവിടുന്ന് എൻ്റെ അമ്മയെ കാത്തുകൊള്ളുമെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അതുമാത്രമാണ് നീ ചെയ്യേണ്ടത്. അവനെ ചേർത്തണച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, വിഷമിക്കരുത് സക്കറിയ, എന്നിൽ വിശ്വസിക്കൂ. അപ്പോൾ എനിക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിൽ കുടുംബവും കൂട്ടുകാരും സമ്പത്തും പ്രശസ്തിയും ഒക്കെ വേണ്ടെന്ന് വെക്കുന്ന അനേകരെ ദർശിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ സ്നേഹത്തെ പ്രതിയുള്ള ഈ ബലി ചില അവസരങ്ങളിൽ കഠിനമാണ്, അനുഷ്ഠിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവർ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അതിനുള്ള കരുത്താർജിക്കുന്നു. അവർക്കുള്ളതൊക്കെയും എനിക്ക് തരുവാൻ ആഗ്രഹിച്ചിട്ടും മറ്റുള്ളവർക്ക് തങ്ങളെ കൊണ്ട് ആവശ്യമുള്ളതിനാൽ അത് സാധിക്കുന്നില്ലല്ലോ എന്ന ചിന്തയിൽ വിഷമിക്കുന്നവരെയും ഞാൻ കണ്ടു. ഇവരുടെ ബലിയും വലിയതാണ്. എന്തെന്നാൽ ഇവരെ ആവശ്യമുള്ള ഇടത്തിലാണ് ഇവർ ആയിരിക്കുന്നത്. എങ്കിലും പലപ്പോഴും അവർ ഇത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് എന്നോടുള്ള സ്നേഹവും എൻ്റെ ഇച്ഛയോടുള്ള വിധേയത്വവും പ്രകടമാകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവരെ ആവശ്യമുള്ളിടത്ത് അവർ ആയിരിക്കുമ്പോഴാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അനുഗാമികളെ അടുത്ത് വിളിച്ചു ഞാൻ പറഞ്ഞു, യാത്രയിൽ നമ്മെ നയിക്കുവാനും സംരക്ഷിക്കാനുമായി നമുക്കൊരുമിച്ച് പിതാവിനോട് അപേക്ഷിക്കാം.
സ്വാർത്ഥവാഹക സംഘത്തിലെ ആളുകളുടെ സംരക്ഷണാർത്ഥവും നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാർത്ഥവാഹക സംഘത്തിലെ ആളുകളൊക്കെ പ്രാർത്ഥിക്കുവാനായി അന്ന് ഞങ്ങളോട് ചേർന്ന് നിന്നു. ചുറ്റും നോക്കിയപ്പോൾ അതാ പ്രാർത്ഥിക്കുവാനായി വെമ്പൽ കൊള്ളുന്ന അനേകം മുഖങ്ങൾ. ആ മുഖങ്ങളിൽ മുമ്പെങ്ങും ഈ ഭാവം ഉണ്ടായിരുന്നില്ല. ഈശ്വരനോടുള്ള സ്നേഹജപങ്ങളുടെ സ്വരലയം എൻ്റെ ഉള്ളിൽ ആനന്ദാനുഭവമായി. മുമ്പ് പ്രാർത്ഥന വിലയില്ലാത്തതായി കണ്ട് നിരസിച്ചിരുന്നവരെ അപ്പോൾ പ്രാർത്ഥിക്കാൻ വളരെ ഉത്സുകരായി കണ്ടപ്പോൾ അതുപോലെയുള്ള അനേകം ആളുകളെ ഞാൻ ഓർമ്മിച്ചു. ജീവിതത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനയെ പുൽകേണ്ടതിന് ഇത്തരം ആൾക്കാർക്ക് യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരുടെ സംഘത്തലവനായ മർക്കോസ് തോബിയാസിനെ കൂട്ടി എൻ്റെ അരികത്ത് വന്നു. കർത്താവെ, ശിരസ്സൊട്ട് നമിച്ചുകൊണ്ട് മർക്കോസ് എന്നെ വിളിച്ചു. എന്നെ നോക്കുവാനുള്ള യോഗ്യത തനിക്കില്ലെന്ന വിചാരത്തിലാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇത് അവൻ്റെ താഴ്മയെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിൽ ഉണർത്തി. എൻ്റെ സ്നേഹിത, പറയുമ്പോൾ ഞാൻ മെല്ലെ അവൻ്റെ വദനം തൊട്ടുയർത്തി. കർത്താവെ, ഇനി എത്ര ദൂരം അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും? മർക്കോസ് ചോദിച്ചു. ഇന്ന് ഞങ്ങൾ അടുത്ത ഗ്രാമം വരെയാണ് പോകുന്നത്. അവിടെ ഞങ്ങളുടെ ആവശ്യമുണ്ട്, ഞാൻ മറുപടി പറഞ്ഞു. മർക്കോസും തോബിയാസും ദുഃഖിതരായി കാണപ്പെട്ടു. അപ്പോൾ തോബിയാസ് പറഞ്ഞു, അപ്പോൾ ഇനി അധിക ദൂരമില്ല. ഒരു നാഴിക ദൂരം മാത്രം ഞങ്ങളോടൊപ്പം നടന്നിട്ട് വഴി വിരിയുന്നിടത്ത് വെച്ച് അങ്ങ് ഞങ്ങളെ വിട്ടുപോകുകയാണോ? നിങ്ങളുടെ ജീവിതങ്ങൾ ദൈവസ്നേഹത്താൽ സ്പർശിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്തു. കണ്ടാലും അതിപ്പോൾ ഏറെ സവിശേഷതയുള്ളതായി മാറി. ഈ അവസരം മറ്റുള്ളവർക്ക് നിഷേധിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. ഇല്ല കർത്താവെ, ഒരിക്കലുമല്ല, മർക്കോസ് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങേ പിരിയുവാൻ വിഷമമുണ്ട്, അതാണ് കാര്യം. ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങൾ എൻ്റെ ഹൃദയത്തിലുമായിരിക്കുന്നു. ഞാൻ പുഞ്ചിരിയോട് പറഞ്ഞു. പത്രോസ് യോഹന്നാനോടും യാക്കോബിനോടും കൂടി അരികിൽ വന്നു. ഗുരു, അവൻ പറഞ്ഞു, നമ്മൾ ഇന്ന് ഈ സ്നേഹിതരെ വിട്ടുപിരിയുകയാണല്ലോ. പോകുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും കൂടി ഒരു സങ്കീർത്തനം ആലപിച്ച് നമ്മുടെ ഒത്തുചേരലിനെ പ്രതി തമ്പുരാന് നന്ദി അർപ്പിക്കുന്നത് ഉത്തമമാണെന്ന് എനിക്ക് തോന്നുന്നു. ചുറ്റുമുണ്ടായിരുന്നവർ അവൻ്റെ അഭിപ്രായം സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവരും കൈകോർത്ത് പിടിച്ചു പാടുവാൻ തുടങ്ങി. സാവധാനത്തിൽ തുടങ്ങിയ ഒരു ഗാനം ആഹ്ലാദം തുടിക്കുന്ന മറ്റൊരു ഗാനത്തിന് വഴിമാറിയപ്പോൾ എല്ലാവരും അതിനെ താളത്തിനൊപ്പിച്ച് ചുവടുവെച്ചു. നൃത്തവും പാട്ടും കഴിഞ്ഞതിന് ശേഷവും അന്തരീക്ഷത്തിൽ ആമോദം തലം കെട്ടി നിന്നിരുന്നു. അപ്പോൾ ശിമിയോൻ വിളിച്ചു പറഞ്ഞു, പിരിയുന്ന സമയം വരെയും നമുക്ക് ഒരുമിച്ച് പാടിയാലോ? എല്ലാവരും അതിനോട് യോജിച്ചുകൊണ്ട് ആർത്തു വിളിച്ചു. ഒരു നാഴിക ദൂരമുള്ള ആ വഴിയിൽ ഞങ്ങൾ സങ്കീർത്തനങ്ങളുടെ അലകൾ ഉയർത്തി. വഴി പിരിയുന്നിടത്ത് എത്തിയപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹസംഗീതം ആലപിച്ചതിൻ്റെ ആവേശത്തിലായിരുന്നു. എൻ്റെ അനുഗാമികളും ഞാനും സ്വാർത്ഥ സഭാഹ സംഘത്തിലെ ആളുകളുടെ ആലിംഗനം ചെയ്ത് യാത്ര പറഞ്ഞു. പിരിയുന്ന വഴികളിലൂടെ നടക്കുമ്പോഴും ഇരുകൂട്ടരും പാടുകയായിരുന്നു. കുറെ ദൂരത്തോളം ഞങ്ങൾക്ക് പരസ്പരം ആ ഗാനത്തിൻ്റെ ധ്വനി കേൾക്കുവാനായി. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചും പാട്ടുപാടിയും നടക്കുമ്പോൾ എതിർ ദിശയിലേക്ക് നീങ്ങുന്ന ഒരു ദലം റോമൻ പടയാളികൾ ഞങ്ങളെ കടന്നുപോയി. വല്ലാതെ തളർന്നിരുന്ന അവരുടെ വചനങ്ങൾ അപ്രസന്നമായിരുന്നു. അത് മനസ്സിലാക്കിയതിനാൽ വളരെ ഒതുങ്ങി നിന്ന് ഞങ്ങൾ അവർക്ക് വഴിയൊരുക്കി. കുതിരപ്പുറത്തിരുന്ന അവരുടെ അധികാരി എന്നെ കോപത്തോടെ നോക്കി. അവൻ ഗ്രാമവാസികളായ യുവാക്കളെ കുരിശിലേറ്റിയവൻ തന്നെയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കടന്നു പോകുമ്പോൾ അയാൾ എന്നെ തുപ്പി. എന്നിട്ട് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, യഹൂദന്മാരെ എനിക്ക് വെറുപ്പാണ്. അവർ കടന്നുപോയി. സൈന്യത്തിൻ്റെ പിൻഭാഗത്തായി മുറിവേറ്റ 3-4 പേരുണ്ടായിരുന്നു. അവരുടെ സഹാക്കൾ അവർക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു. ഞാൻ അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ എൻ്റെ സഹായം ഇഷ്ടപ്പെടുന്നില്ല എന്നത് വളരെ വ്യക്തമായിരുന്നു. അവർ ഇത്രയധികം വിദ്വേഷമുള്ളവരായി തീരുന്നതിൽ എനിക്ക് ദുഃഖം തോന്നി. പത്രോസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു പട കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തെങ്ങാനും മത തീവ്രവാദികൾ ഉണ്ടായിരിക്കുമോ എന്തോ? യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു, ധൈര്യശാലികളാണവർ, റോമാർക്കെതിരെ നിലകൊള്ളുന്ന വീരന്മാർ. ചെറിയ യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അവർ സംഭ്രമിപ്പിക്കുന്ന വ്യാമോഹത്തിന് അടിമപ്പെട്ടവരാണെന്നാണ്, അല്ലാതെ ധീരന്മാരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ചെറുപ്പക്കാരനിൽ പ്രശോഭിക്കുന്ന ജ്ഞാനം ദൈവികമാണെന്ന് ഞാൻ നിനക്കവേ. ചെറിയ യാക്കോബിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തരം താഴ്ത്തി കാണുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന യൂദാസ് കറിയാത്ത പറഞ്ഞു, നിന്നെപ്പോലെ ചെറുക്കന് എന്തറിയാം, അധിക പ്രസംഗി. അപ്പോൾ യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു, അല്ല, അവൻ പറഞ്ഞത് ശരിയാണ് യൂദാസ്. അവൻ സത്യം പറഞ്ഞു. തെറ്റിയത് എനിക്കാണ്, അവനല്ല. യൂദാസ് കോട്ടം തട്ടിയവനെ പോലെ കാണപ്പെട്ടു. അപ്പോൾ അവൻ ഇങ്ങനെ ആക്ഷേപം പറഞ്ഞു, പക്ഷേ ഞാൻ നിന്നെ പിന്താങ്ങുകയായിരുന്നു. അങ്ങനെയെങ്കിൽ തെറ്റിനെയാണ് നീ അനുകൂലിച്ചത്. സബദിയുടെ പുത്രനായ യാക്കോബ് പ്രതിവച്ചു. കുണ്ഠിതത്താൽ വീർത്ത മുഖവുമായി ഞങ്ങളോടൊപ്പം മുമ്പോട്ട് നടന്ന യൂദാസിൻ്റെ അടുത്ത് പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞു, തെറ്റ് പറ്റുമ്പോൾ അത് മനസ്സിലാക്കുന്നില്ലെന്നത് സാരമില്ല, എന്നാൽ ജ്ഞാനം സംസാരിക്കുമ്പോൾ ശ്രവിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അவ்விധം നിങ്ങൾക്ക് അറിവിലേക്ക് വരാമല്ലോ. ജ്ഞാനം ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ അതിർത്തിൽ നിന്നായിരിക്കും പുറപ്പെടുന്നത്. അതുകൊണ്ട് ഇളം പ്രായക്കാർ പറയുന്നത് ശ്രദ്ധിക്കാം. എന്തെന്നാൽ അവരിൽ പലർക്കും പ്രായത്തേക്കാൾ അധികം ജ്ഞാനമുണ്ട്. ഉവ്വ് കർത്താവേ, തീരെ പ്രസാദമില്ലാത്ത യൂദാസ് പറഞ്ഞു. പക്ഷേ ഈ തീവ്രവാദികളെന്ന് പറയപ്പെടുന്നവർ ഇസ്രായേലിന് വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും അവർ പ്രവർത്തിക്കുന്നത് നല്ല
കാരണത്തെ പ്രതിയാണ്. എന്നാൽ അവരുടെ ചെയ്തികൾ പലപ്പോഴും തെറ്റാണ്, പാപമാണ്. എന്തു നല്ല കാരണമായാലും തെറ്റായ മാർഗം ഒരു ന്യായീകരണമല്ല. ഞാൻ ശാന്തവും മുദ്രിതവുമായി വിശദീകരിച്ചു. ഉവ്വ് കർത്താവേ എന്ന് ശ്രവിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ലാതെ യൂദാസ് പറഞ്ഞു. യൂദാസേ, എൻ്റെ സ്നേഹിത, നിന്നോടൊപ്പം നടക്കുന്നത് എനിക്ക് സന്തോഷമാണ്, ഞാൻ സ്നേഹത്തോടെ അവനോട് പറഞ്ഞു. ഉവ്വ് കർത്താവേ, യൂദാസ് മറുപടി പറഞ്ഞു. അവൻ ഇപ്പോൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഞാൻ കൂടെ നടന്നിട്ടും ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും തിരിച്ചറിയാത്ത അനേകരെ പോലെ യൂദാസും എന്ന് ഏറെ വ്യഥയോടെ ഞാൻ ഓർത്തു. ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.